शांति 10/8/2022। बाबा कहते, बेटे बच्चे, घड़ी घड़ी देखी अभिमानी बनने की प्रैक्टिस करो। मैं आत्मा हूँ, एक शरीर छोड़ दूसरा लेती, अब मुझे घर जाना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇടയ്ക്കിടെ ആത്മാ അഭിമാനിയാകുവാൻ പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ ആത്മാവാണ്, ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് ധരിക്കുന്നു, ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. അപ്പൊ ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, ഇടയ്ക്കിടെ ആത്മാ അഭിമാനിയാകുവാൻ അഭ്യസിക്കൂ. ഞാൻ ആത്മാവാണ്, ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് ധരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. ചോദ്യം, സബ്സെ മുഖ്യ ത്യോഹാർ കോൺസാ ഹൈ ഓർ ക്യോ? ഏറ്റവും മുഖ്യമായ ഉത്സവം ഏതാണ്, എന്തുകൊണ്ട്? सबसे मुख्य त्योहार है रक्षाबंधन, क्योंकि बाप जब पवित्रता की राखी बांधते हैं तो भारत स्वर्ग बन जाता है. അപ്പൊ ഇവിടെ ബാബ പറയുന്നു, ഏറ്റവും മുഖ്യമായിട്ടുള്ള ഉത്സവം ഏതാണ്, എന്തുകൊണ്ട്? ഏറ്റവും മുഖ്യമായ ഉത്സവം രക്ഷാബന്ധനാണ്. ബാബ പവിത്രതയുടെ രാഖി അണിയിക്കുന്നു, അപ്പോഴാണ് ഭാരതം സ്വർഗമായി മാറുന്നത്. रक्षाबंधन पर तुम बच्चे सबको समझा सकते हो कि ये त्योहार मनाना है. രക്ഷാബന്ധന്റെ ദിവസങ്ങളിൽ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് കഴിയും, അല്ലെ? ഈ ഉത്സവം ആഘോഷിക്കണം. കബ്സെ ശുരു ഹുവ ക്യോ? അല്ലെ, ഈ ഉത്സവം ആഘോഷിക്കുന്നത് എപ്പോൾ മുതലാണ് ആരംഭിച്ചത്, എന്തുകൊണ്ടാണ്? സത്യുഗമേ इस बंधन की दरकार नहीं. സത്യയുഗത്തില് ഈ രക്ഷാബന്ധനത്തിന്റെ ആവശ്യകതയില്ല. लेकिन वो कह देते हैं ये रक्षाबंधन तो परंपरा से चलते आया है. പക്ഷെ ഇന്ന് ആളുകൾ എന്താ പറയുന്നത്? മനുഷ്യര് പറയും, ഈ രക്ഷാബന്ധനം പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു ഉത്സവമാണ് എന്ന് പറയും. പക്ഷെ ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ രക്ഷാബന്ധന ഉത്സവ വേളയിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം, എന്ന് മുതലാണ് ഈ രക്ഷാബന്ധൻ ആരംഭിച്ചത്, എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്കറിയാം, സംഗമയുഗത്തിലാണ് അല്ലെ ബാബ നമുക്ക് ഈ രക്ഷാബന്ധനം അണിയിക്കുന്നത്. അതായത് പവിത്രതയുടെ രാഖി അണിയിക്കുന്നത് ഭാരതത്തിനെ പവിത്രമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്, നമ്മൾ കുട്ടികളെ ദേവി ദേവതകളാക്കി മാറ്റുവാൻ വേണ്ടിയാണ്, അല്ലെ? അപ്പോ ഈ സംഗമയുഗത്തിലാണ് പവിത്രതയുടെ രാഖി ബാബ രക്ഷാബന്ധനം നമ്മളെ അണിയിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, ഈ കലിയുഗത്തെ വീണ്ടും സത്യയുഗമാക്കി മാറ്റാൻ, അല്ലെ, ഇവിടെ മനുഷ്യരെ ദേവതകളാക്കി മാറ്റാൻ. ഗീത് ജയ ജയ അംബേ മാ, ഗീതം ജയ ജയ അംബേ മാ. ഓം ശാന്തി. യേ ഭി ഭക്തി മാർഗ കാ ഗീത് ഹൈ. ഇത് ഭക്തി മാർഗത്തിന്റെ ഗീതമാണ്. ഭക്തി മാർഗമേ അനേക പ്രകാർ കാ ഗായൻ ഹോത്താ ഹൈ. ഭക്തി മാർഗത്തിൽ അനേക പ്രകാരത്തിലുള്ള മഹിമകൾ പാടുന്നുണ്ട്. ഗായൻ നിരാകാർ ഓർ ആകാർ സാകാർ തീനോ കാ ഹോത്താ ഹൈ. മഹിമ എന്ന് പറയുന്നത് നിരാകാരിയുടെയും മഹിമയുണ്ട്, അല്ലെ? ആഘാരികളുടെയും മഹിമയുണ്ട്, ആഘാര ദേവതകളുടെ മഹിമയുണ്ട്, അല്ലെ? സാകാരത്തിൽ ദേഹധാരികളുടെയും മഹിമയുണ്ട്. अब बाप बच्चों को समझाते हैं, बच्चे तो समझ गए कि हम आत्मा है. ഇവിടെ അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. കുട്ടികൾക്ക് അറിയാം, കുട്ടികൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞു, ഞാൻ ആത്മാവാണ്. ഹംകോ സംജാനെ വാല പരമപിത പരമാത്മാ. നമുക്ക് ഈ ജ്ഞാനം മനസ്സിലാക്കി തരുന്നത് പരമപിതാവായ പരമാത്മാവാണ്. സർവ മനുഷ്യ മാത്രക്കോ സദ്ഗതി ദേനെ വാല ഏകി. സർവ മാനവരാശിക്കും സദ്ഗതി നൽകുന്നത് ഒരേയൊരു പരമാത്മാവാണ്. ഹംകോ സംജാനെ വാലാകെ പരംപിത പരമാത്മാ. നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരേയൊരു പരമപിതാവായ പരമാത്മാവാണ്. സർവ മനുഷ്യ മാത്രക്കോ സദ്ഗതി ദേനെ വാല ഏകി. മുഴുവൻ ലോകത്തിലുള്ള മാനവരാശിക്കും
അല്ലെ സദ്ഗതി നൽകുന്നത് ഒരേ ഒരു പരമാത്മാവാണ്. फिर उनके साथ जो सर्विस करने वाले हैं उनके भी महिमा गाते. അല്ലെ പരമാത്മാവ് ഈ സൃഷ്ടിയിൽ വന്ന് അല്ലെ മാനവ സേവനം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ ആരാണോ സേവനം ചെയ്യുന്നത് ആ കുട്ടികൾക്കും മഹിമയുണ്ട്, അവരുടെയും മഹിമ പാടുന്നു. ബാബ്തോ കഹത്തെ ഹേ മാമേകം യാദ് കരൂ. ഇവിടെ ബാബ പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാ സമസ്തി ഹേ അബ് പരംപിത പരമാത്മാ ഹംകോ സന്മുഖ് നോളേജ് ദേത്തി. ആത്മാവും മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ പരമപിത പരമാത്മാവ് നമ്മൾ കുട്ടികൾക്ക് സന്മുഖത്തിൽ വന്ന് ഈ ജ്ഞാനം നൽകുകയാണ്. ഉസ് ബാബ് കി ഹി അവ്യഭിചാരി യാദ് രഹനി ചാഹിയെ. അപ്പൊ നമ്മൾ കുട്ടികളുടെ ഉള്ളിൽ ആ പരിധികളില്ലാത്ത അച്ഛന്റെ അവ്യഭിചാരിയായ ഓർമ്മയുണ്ടായിരിക്കണം. ആ ഒരേ ഒരു അച്ഛന്റെ മാത്രം ഓർമ്മയുണ്ടായിരിക്കണം. കൊയി നാമ രൂപയ്ക്ക് യാദ് നഹി ആനി ചാഹിയെ. ഒരു ദേഹധാരികളെയും ഓർമ്മിക്കാൻ പാടില്ല, ഒരു നാമരൂപങ്ങളും ഓർമ്മയിൽ വരാൻ പാടില്ല. ആത്മാ തോ സബ് ഹേ ബാക്കി ശരീർ മിൽനെ സെ ശരീർ കെ നാം ബദൽ ജാത്തെ. നമ്മളെല്ലാവരും ആത്മാക്കളാണ് അല്ലെ, നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഈ ശരീരം ലഭിക്കുന്നതിലൂടെ ശരീരത്തിന്റെ പേര് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓരോ ജന്മങ്ങളിലും ഓരോരോ ശരീരം മാറി മാറി എടുത്തപ്പോ അല്ലെ മാറിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ശരീരത്തിന്റെ പേരും മാറിക്കൊണ്ടേയിരുന്നു. അതാണ് സംഭവിച്ചത്. ആത്മാ പർക്കൊയി നാം. പക്ഷെ ആത്മാവിനൊരു പേരുണ്ടോ? ആത്മാവിന് പേരൊന്നുമില്ല അല്ലെ. ആത്മാവിന് നമ്മൾ എന്താ പറയാ, ഇങ്ങനെ നമ്മൾ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോ ശിവലിംഗത്തിന്റെ കൂടെ നമ്മള് അല്ലെ ശിവലിംഗം യജ്ഞങ്ങളിൽ ശിവലിംഗം നിർമ്മിച്ചു വെക്കുമ്പോ ശിവലിംഗത്തിന്റെ കൂടെ കുറെ സാലഗ്രാമുകൾ നിർമ്മിക്കും, ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകള് അല്ലെ. ആ സാലഗ്രാമുകളെ നമ്മൾ എന്താ വിളിക്കുക അല്ലെ, അത് ആത്മാവിന്റെ സിംബോളിക് ആയിട്ടാണ്. കാരണം സംഗമയുഗത്തില് പരമാത്മാവി സൃഷ്ടിയിൽ വരുമ്പോ പരമാത്മാവിനോടൊപ്പം ഏതെല്ലാം ആത്മാക്കൾ സേവനത്തിൽ സഹയോഗികളായിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളുടെ മഹിമയാണ്. അതുകൊണ്ടാണ് സാലഗ്രാമുകളെ വെച്ചിരിക്കുന്നത്. ബാക്കി പരമാത്മാവിന് പേരുണ്ട്, പക്ഷെ ആത്മാവിന് പേരുണ്ടോ? ആത്മാവിന്റെ ശരീരത്തിനാണ് പേരിടുന്നത് അല്ലെ, അതുകൊണ്ട് ആത്മാവിന് പേരില്ല. ശരീർ പർ ഹി നാം പഠിത്താ ഹേ. ആത്മാവിന് പേരൊന്നുമില്ല, ആത്മാവിന്റെ ശരീരത്തിനാണ് പേര്. ബാബ് കഹത്തെ ഹേ മേ ബി ആത്മാ ഹൂം പരന്തു പരമാത്മാ യാനി പരമാത്മാ. ബാബ പറയാണ് കുട്ടികളെ ഞാനും ആത്മാവ് തന്നെയാണ്, പക്ഷെ ഞാൻ ആരാണ്? പരമാത്മാവാണ്, പരമമായ ആത്മാവാണ്. മേരാ നാം തോ ഹേ നാം. ബാബ പറയാണ് പരമാത്മാവായ എനിക്ക് പേരുണ്ട്. ബാബ് കഹത്തെ ഹേ മേ ബി ആത്മാ ഹൂം तो मैं हूं आत्मा, मेरा नाम तो है ना, तो मैं शरीर कभी धारण करता नहीं हूं, इसलिए मेरा नाम रखा गया है शिव. ബാബ പറയാണ് നിങ്ങൾ ഓരോ ജന്മങ്ങളിലും ശരീരം എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് പേരുണ്ട് അല്ലെ, പക്ഷെ ബാബയ്ക്ക് പേരില്ല. കാരണം ബാബ ഒരിക്കലും ഒരു അമ്മയുടെ ഗർഭസ്ഥ ശിശുവായിട്ട് ജനിക്കുന്നില്ല, വികാരത്തിലൂടെ ജന്മം എടുക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് ബാബ ജന്മം എടുക്കാത്തത് കാരണം ബാബ പറയാണ് പരമാത്മാവായ എനിക്ക് പേര് വെച്ചിരിക്കുന്നത് ശിവൻ എന്ന്. സബീക്കെ ശരീരക്കെ നാം പഠിത്തേ മേരാർത്തോ ശരീർ നെയ്യ്. എല്ലാവരുടെയും ശരീരത്തിനാണ് പേര്. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ശരീരം പോലുമില്ല അല്ലെ. ബാബ പറയാണ് ഞാൻ ശരീരത്തിന് ധാരണ ചെയ്തിട്ടില്ല അല്ലെ, എനിക്ക് സ്വന്തമായിട്ട് ശരീരമില്ല. നാം തോ ചാഹിയനാ. അതുകൊണ്ട് ബാബയ്ക്ക് പേര് വേണ്ടേ? നിങ്ങൾക്ക് 84 ജന്മം ഉണ്ടെങ്കില് 84 ജന്മങ്ങളുടെ പേരുണ്ടല്ലോ, 84 ജന്മത്തിന് 84 പേരുണ്ടല്ലോ, പക്ഷെ ബാബയ്ക്ക് പേരില്ല. അതുകൊണ്ട് പരമാത്മാവിന് അല്ലെ, പരമാത്മാവിനാണ് പേരുള്ളത്, അല്ലാതെ ശരീരത്തിനല്ല. നമുക്കെല്ലാം ശരീരത്തിനാണ് പേര് ലഭിക്കുന്നത്. നഹി തോ മേ ബി ആത്മാ തോ ഫിർ പരമാത്മാ കോൻ ഹേ. അപ്പോ ബാബ പറയാണ് തീർച്ചയായിട്ടും ശിവബാബയ്ക്ക് പേര് ആവശ്യമാണ് അല്ലെ. കാരണം ബാബ പറയാണ് ഞാൻ ആത്മാവാണ് അല്ലെ, പരമമായ ആത്മാവാണ്, അതുകൊണ്ട് എന്റെ പേര് ശിവൻ എന്നാണ്. ജോബി പൂജ കർത്തേ ഹേ ലിംഗയ്ക്ക് കർത്തേ ഹേ. അപ്പൊ ബാബ പറയാണ് മേ പരമാത്മാവും മേരെ നാം ഹേ ശിവ്. ഞാൻ പരമാത്മാവാണ്,
എന്റെ പേര് ശിവൻ എന്നാണ്. അപ്പോ ഇവിടെ ആരെല്ലാം പരമാത്മാവിനെ പൂജിക്കുന്നുവോ ശിവലിംഗത്തെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. ലിംഗ പത്തർക്കോ ഹി പരമാത്മാ കഹത്തെ രഹത്തെ ഹെ. അല്ലെ, ബാബ പറയാണ് ആ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്വയംഭുവായ ശിവലിംഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? പരമാത്മാവ് അല്ലെങ്കിൽ ശിവൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജേസി ഭാഷ വേസന. അല്ലെ, ഓരോരുത്തരും അവരവരുടെ ഭാഷയ്ക്കനുസൃതമായിട്ട് ഭഗവാന് പേര് നൽകിയിരിക്കുകയാണ്. പരന്തു ചീസ് ഏക്കി. ബാബ പറയാണ് എന്ത് പേര് നൽകിയാലും അല്ലെ ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഭഗവാന് ഓരോരുത്തരും അവരവരുടെ ഭാഷയില്, അറബി ഭാഷയില് അള്ളാഹു എന്ന് വിളിച്ചു, അല്ലെ, ക്രൈസ്റ്റ് ഗോഡ് ഫാദർ എന്ന് വിളിച്ചു, മോസസ് യഹോവ എന്ന് വിളിച്ചു, അല്ലെ, പിന്നെ ഖുദ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഏതെല്ലാം പേര് അല്ലെ ഭാഷയിലാണ്, അല്ലെ, ശിവൻ എന്ന് വിളിക്കുന്നു. എല്ലാവരും ഒന്ന് തന്നെയാണ്. तो लिंग पत्थर को परमात्मा कहते रहते हैं, जैसे तुम्हारी आत्मा वैसे मेरी है. ബാബ പറയാണ് കുട്ടികളെ, നിങ്ങളുടെ ആത്മാവ് എപ്രകാരമാണോ അതേപോലെ തന്നെയാണ് ഞാനും. തുമ്പി ബിന്ദി മേബി ബിന്ദിയും. നിങ്ങളൊരു പ്രകാശ ബിന്ദുവാണ്, ഞാനും ഒരു പ്രകാശ ബിന്ദുവാണ്. മുജ് ബിന്ദി കാ നാം ഹെ ശിവ്. ബിന്ദുവായ എന്റെ പേരാണ് ശിവൻ. പേച്ചാൻ കെലിയെ നാം തോ ചാഹിയെ. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പേര് ആവശ്യമാണ്, അല്ലെ. അതുകൊണ്ട് പരമാത്മാവിനെ തിരിച്ചറിയാനായിട്ട് ശിവൻ എന്നുള്ള പേര് നൽകിയിരിക്കുന്നു. ഈ സമയം ബ്രഹ്മ സരസ്വതി ജോ ബഡേത്തെ ബഡാ ഹെ ഉൻകോ ഭി സദ്ഗതി മിൽ രഹി ഹെ. ഈ സമയത്ത് ബ്രഹ്മാവ് സരസ്വതി, അല്ലെ, വലിയതിലും വലിയവരാണ്, അവർക്കും സദ്ഗതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സദ്ഗതി തോ സഭി ആത്മാവോ മിൽ രഹി. സദ്ഗതി എന്ന് പറയുന്നത് എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്നതാണ്. സഭി ആത്മായെ പരംധാമേ രഹതി ഹെ. എല്ലാ ആത്മാക്കളുടെയും നിവാസ സ്ഥാനം ഏതാണ്? പരംധാമം. എല്ലാ ആത്മാക്കളും നിവസിക്കുന്നത് പരമധാമത്തിലാണ്. तो फिर परमात्मा को तो अलग रखेंगे ना. അല്ലെ, ഇപ്പൊ ബാബ പറയാണ് എല്ലാ ആത്മാക്കളും പരമധാമത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരമാത്മാവിന് നിവസിക്കാൻ വ്യത്യസ്തമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുമല്ലോ. സബ്കോ അപ്ന അപ്ന പാർട്ട് മിലാ ഹുവാ ഹൈ. ബാബ പറയാണ് ഓരോരോ ആത്മാവിനും അവരവരുടെ പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. സാരി രുദ്രമാല കാ ബീജരൂപ് ബാബ. മുഴുവൻ രുദ്രമാലയുടെയും ബീജരൂപൻ ഒരേ ഒരു പരമാത്മാവാണ്. സബി ഉൻകോ യാദ് കർത്തേ ഹെ ഓ ഗോഡ് ഫാദർ. എല്ലാവരും പരമാത്മാവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഗോഡ് ഫാദർ എന്ന് വിളിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. तो सभी जगह फादर को याद करते हैं, मदर को नहीं. എല്ലാ ഭാഗത്തും ഫാദറിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും മദറിനെ ഓർമ്മിക്കുന്നില്ല. യഹാ ഭാരത് മേ ഹി ആക്കർ പതിതോ കോ പാവൻ ബനാത്തെ. ഇവിടെ ഈ ഭാരത ഭൂമിയിൽ വന്നിട്ടാണ് പരമാത്മാവ് പതിതരെ പാവനമാക്കി മാറ്റുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ, അല്ലെ, എല്ലായിടത്തും ഫാദറിനെയാണ് ഓർമ്മിക്കുന്നത്, മദറിനെ ആരും ഓർമ്മിക്കുന്നില്ല, അല്ലെ. പരമാത്മാവ് പ്രപഞ്ചത്തിന്റെ രചയിതാവാണ്, ഫാദറാണ്. അപ്പൊ ബാബ പറയാണ് ഭാരതത്തിലാണ് പതീത പാവനനെ, അല്ലെ, വിളിക്കുന്നത്. മദർ ബി അഡോപ്റ്റഡ് ഹേ. ഇവിടെ മദർ ഉണ്ട്, അല്ലെ, അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ട്. പക്ഷെ അമ്മ ആരാണ്? അഡോപ്റ്റഡ് ആണ്. അതായത് ബ്രഹ്മാവ് അഡോപ്റ്റഡ് ആണ്. സരസ്വതി കോബി പരംപിത പരമാത്മാനെ ബ്രഹ്മദ്വാര അഡോപ്റ്റ് കിയ. സരസ്വതിയെയും പരമപിത പരമാത്മാവാണ് ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓർ ഫിർ ഇസ്മേ പ്രവേശ് കിയാ ഹെ. പിന്നെ എന്താണ്? ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ചിരിക്കുകയാണ് ശിവബാബ. तो ये एडॉप्शन और प्रकार की है. ഇവിടെ ബ്രഹ്മാവിനെ ശിവബാബ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെ. പരമാത്മാവിന്റെ പത്നിയാണ് ആര്? ബ്രഹ്മാവ്, അല്ലെ. ബ്രഹ്മാവിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അഡോപ്ഷൻ എന്ന് പറയുന്നത് പല പ്രകാരത്തിലുണ്ട്. ത്രൂ കോയി ചാഹിയന. ബാബയ്ക്ക് നമ്മൾ കുട്ടികളെയും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെ, ബ്രഹ്മാവിലൂടെ, ഒരാളിലൂടെ വേണം, അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. कहते हैं
ഇൻ ദ്വാര മേ നോളേജ് സുനാത്ത. പറയുന്നുണ്ട്, ഈ ബ്രഹ്മാവിലൂടെ ഞാൻ നോളേജ് കേൾപ്പിക്കുന്നു. ഇൻ ദ്വാര ബच्चे അഡോപ്റ്റ് കർത്ത. ഈ ബ്രഹ്മാവിലൂടെ ഞാൻ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. ഏതോ മാതാ സിദ്ധ ഹോത്തി ഹെ. ബ്രഹ്മാവിലൂടെ ശിവബാബ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്രഹ്മബാബ തീർച്ചയായിട്ടും ആരാണ്? മാതാവാണ്. പ്രവൃത്തി മാർഗഹന. അപ്പൊ ശിവബാബ അച്ഛൻ, ബ്രഹ്മബാബ അമ്മ, നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതൊരു ഗൃഹസ്ഥമായില്ലേ? ഗൃഹസ്ഥ മാർഗമായി. പരന്തു तो मेल इसलिए मुख्य सरस्वती को माता पद पर रखा है. അല്ലെ, ബ്രഹ്മാവ് പുരുഷനായതുകൊണ്ട് എന്താണ് മാതൃസ്ഥാനീയായിട്ട് മാതൃസ്ഥാനത്ത് ആരെ ഇരുത്തിയിരിക്കുകയാണ്? സരസ്വതിയെ ഇരുത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാല് യജ്ഞമാതാവായിട്ട് സരസ്വതിയെ വെച്ചിരിക്കുന്നു. ഏ ബഡേ ഗുഹ്യ രാജ സംജനേക്കാൻ. ശിവബാബ നമ്മുടെ അച്ഛനാണെങ്കിൽ ബ്രഹ്മബാബ നമ്മളുടെ അമ്മയാണ്. പക്ഷെ എന്താണ്, ബാക്കി എല്ലാവർക്കും ഇത്രയും ബാബയ്ക്ക് ധാരാളം അമ്മമാരും അല്ലെ കന്യകമാരും ഉണ്ടായിരുന്നത് കൊണ്ട് യജ്ഞമാതാവായിട്ട് അമ്മയെ അല്ലെ വെച്ചു. അപ്പൊ ബാബ പറയാണ്, ഇത് ഏറ്റവും വലിയ രഹസ്യമാണ് മനസ്സിലാക്കേണ്ടതിന്റെ. പ്രജാപിതാഹന പ്രജാക്കോ രചിക്കമാന. പ്രജാപിത ബ്രഹ്മ പ്രജകളെ രചിക്കുന്നവനാണ്. ഇൻ ദ്വാര ഓ രചിതേ ഹെ ऐसे ही कि സരസ്വതി ദ്വാര പോയി അഡോപ്റ്റ് കർത്തേ. അല്ലെ, ബാബ പറയാണ്, ഈ ബ്രഹ്മാവിലൂടെയാണ് ശിവബാബ തന്റെ രചനയെ രചിക്കുന്നത്. അല്ലാതെ സരസ്വതിയിലൂടെ അല്ല അഡോപ്റ്റ് ചെയ്യുന്നത്. ശിവബാബ ബ്രാഹ്മണരെ അഡോപ്റ്റ് ചെയ്യുന്നത് സരസ്വതിയിലൂടെയല്ല, ബ്രഹ്മാവിലൂടെയാണ്. ഏറ്റവും ബഡി സംജനയ്ക്ക് ബാത്തേ ഹെ. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പേലെ ബാബ്ക പരിചയ ദേനാഹി. ഏറ്റവും ആദ്യം ബാബയുടെ പരിചയം നൽകണം. ഗാത്തെ ഭി ഹേ പതിത പാവൻ ആവോ. മഹിമ പാടുന്നുണ്ട്. എന്താ മഹിമ പാടുന്നത്? പതീത പാവന വരൂ എന്നാണ് മഹിമ പാടുന്നത്. ഏ കിസ്നെ കഹ. ഇതാരാണ് പറഞ്ഞത്? ആത്മാനി, ആത്മാവാണ് പറഞ്ഞത്. ക്യോങ്കി ആത്മാ ഓർ ശരീർ ദോനോ ഹി പതീത. കാരണം എന്താ? ആത്മാവും ശരീരവും രണ്ടും പതീതമാണ്. അതുകൊണ്ട് പതീത പാവന വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പെലെത്തോ അഗ്നിക്കോ ആത്മാ സമജനായി. ഏറ്റവും ആദ്യം നമ്മൾ കുട്ടികൾ സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കണം. ആത്മാ ഹി കഹത്തി ഹെ മേ ശരീർ ലേത്താഹു. ആത്മാവാണ് പറയുന്നത്, ഞാൻ ഈ ശരീരം എടുക്കുന്നു. ശരീർ ലേത്താഹും ചോടുത്താഹും. ഈ ശരീരം ഞാൻ സ്വീകരിക്കുന്നു, ശരീരം ഉപേക്ഷിക്കുന്നു. ഏകേക ബാത്ത് നിശ്ചയമേ വിട്ടാനി ഹോത്തി. ബാബ പറയുന്ന ഓരോ കാര്യവും വളരെയധികം അതിൽ നിശ്ചയമുള്ളവരായിട്ടിരിക്കണം. ക്യോങ്കി നയി ബാത്ത് ഹെ. കാരണം ഇത് തികച്ചും പുതിയ കാര്യമാണ്. ഓർ ജോ സുനാത്തെ ഹെ വോ ഹെ മനുഷ്യ. ഈ ജ്ഞാനം നമുക്ക് ആരാണോ കേൾപ്പിക്കുന്നത് അത് മനുഷ്യരാണ്. ഭഗവാൻ തോ നഹി. ഭഗവാൻ അല്ല കേൾപ്പിക്കുന്നത്. ജബ് കോയി ആത്തെ ഹെ പെലെ യേ സംജാവോ ആത്മാ ഓർ ശരീർ ദോ ചീസേ. ബാബ പറയാണ്, ആര് പുതുതായിട്ട് വരികയാണെങ്കിലും അവർക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കൂ, ആത്മാവും ശരീരവും രണ്ട് വസ്തുക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ആത്മാ അവിനാശി ഹെ പെലെ അപ്നെക്കോ ആത്മ സംജോ. ആത്മാവ് അനശ്വരമാണ്. ആദ്യം സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. മേ മജിസ്ട്രേറ്റ് ഹോ. ഏ കിസ്നെ കഹ. ഞാൻ മജിസ്ട്രേറ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? ഞാൻ മജിസ്ട്രേറ്റ് ആണ് എന്ന് പറഞ്ഞതാരാണ്? ആത്മാ ഇൻ ഓർഗൻസെ കൽക്കി. ആത്മാവാണ് തന്റെ പൊസിഷൻ എന്താണ് എന്നുള്ളത് തന്റെ ഓർഗൻസിലൂടെ പറയുന്നു. ആത്മാവ് തന്റെ ഓർഗൻസിലൂടെ പറയാണ്, ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ വക്കീലാണ്, അല്ലെ ഞാൻ എന്താണ് ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആണ്. तो आत्मा जानती है मेरे शरीर का नाम भी है और पद है മജിസ്ട്രേറ്റ് का. അല്ലെ, അപ്പൊ ആത്മാവിനെ അറിയാം എന്റെ ശരീരത്തിന് പേരുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുള്ള പദവിയാണ് മജിസ്ട്രേറ്റിന്റെ. तो ये शरीर छोड़ने से മജിസ്ട്രേറ്റ് പദ ശരീർ का नाम रूप सब बदल जाएगा. ബാബ പറയാണ്, എപ്പോഴാണോ നമ്മൾ
ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്നുള്ള പദവിയും അല്ലെ ശരീരത്തിന്റെ നാമരൂപങ്ങളും എല്ലാം പരിവർത്തനമാവുകയാണ്. പദവി ദൂസര ഹോ ജായേഗ. അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പദവി മറ്റൊന്നായിട്ട് മാറും. तो पहले पहले ആത്മാഭിമാനി ബന്നാ ഹേ. ബാബ പറയാണ് ഏറ്റവും ആദ്യം നമ്മൾ ആത്മാ അഭിമാനിയായി മാറണം. മനുഷ്യക്കോ ആത്മാക്ക ജ്ഞാൻ ഭി നഹി. മനുഷ്യരുടെ പക്കൽ ആത്മജ്ഞാനം പോലും ഇല്ല. പഹലെ ആത്മാക്ക ജ്ഞാൻ ദേക്കർ ഫിർ സംജാവോ ആത്മാക്ക ബാപ് തോ പരമാത്മാ ഹേ. ആദ്യം നമ്മളൊരു വ്യക്തിക്ക് ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ആത്മാക്കളുടെ അച്ഛൻ പരമാത്മാവാണ്. ആത്മാ ദുഃഖി ഹോത്തി ഹേ തോ പുകാർത്തി ഹേ ഓ ഗോഡ് ഫാദർ. ആത്മാവ് എപ്പോഴാണ് ദുഃഖിയായിട്ട് മാറുന്നത്? അപ്പോൾ ആത്മാവ് വിളിക്കുകയാണ് ഓ ഗോഡ് ഫാദർ. വഹി പതീത പാവൻ ഹേ. ആ ഗോഡ് ഫാദർ ആണ് പതീത പാവനൻ. ആത്മായെ സബി പതീത ഹോ ഗയേ. എല്ലാ ആത്മാക്കളും പതീതമായി തീർന്നിരിക്കുന്നു. ജരൂർ പരംപിത പരമാത്മാക്കോ ആനാ പടേ. തീർച്ചയായിട്ടും പരമപിത പരമാത്മാവിന് ഈ സൃഷ്ടിയിലേക്ക് വരേണ്ടി വരുന്നു. പതീത ദുനിയ പതീത ശരീരം അല്ലെ. അപ്പോ പരമാത്മാവിന് അല്ലെ പരമപിത പരമാത്മാവിന് ഈ സൃഷ്ടിയിലേക്ക് തീർച്ചയായിട്ടും വരേണ്ടി വരുന്നുണ്ട് അല്ലെ. ബാബ പറയുന്നത് എങ്ങനെയാ വരുന്നേ? പതീതമായ ലോകത്തിലാണ് വരുന്നത്, പതീതമായ ശരീരത്തിലാണ് വരുന്നത്. ബാപ്പ ഖുദ് കഹത്തെ ഹേ മുझे दूर देश के रहने वाले को बुलाते हैं. ബാബ സ്വയം പറയാണ് ദൂരദേശത്തിൽ വസിക്കുന്ന എന്നെ വിളിക്കുകയാണ്. ക്യോക്കി തും പതീത് ഹോ മേ എവർ പാവന. ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾ ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതമായി, പക്ഷേ ഞാൻ സദാ പാവനമാണ് അല്ലെ. ബാബ സദാ പാവനമാണ്. ഭാരത പാവൻത അബ് പതീത്. ഭാരതവും പാവനമായിരുന്നു, പക്ഷെ ഭാരതം ഇപ്പോൾ പതീതമായി തീർന്നിരിക്കുന്നു. പതീത പാവൻ ബാപ്പാക്കർ ആത്മാവോ സെ ബാത് കർത്തേ ഹേ. പതീത പാവനനായ ബാബ വന്നിട്ട് ആത്മാക്കളുടെ അടുക്കൽ സംസാരിക്കാണ്. ബ്രഹ്മ തന്മേ ആക്കർ സംജാത്തേ. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്നിട്ട് പതീത പാവനായ ബാബ അല്ലെ നമ്മൾ കുട്ടികളോട് സംസാരിക്കും. ഇസ്ലിയേ ഇൻകാ നാം ഹേ പ്രജാപിത അല്ലെ. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്ന് നമ്മൾ കുട്ടികളെ കാണുന്നത് കൊണ്ടാണ്, നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നത് കൊണ്ടാണ് അല്ലെ എന്താണ് ബ്രഹ്മാവിനെ പ്രജാപിത എന്ന് വിളിക്കുന്നത്. ബ്രഹ്മ ദ്വാര പ്രജ രചിതേ ഹേ. ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് പ്രജകളെ രചിക്കുന്നത്. तो जरूर कोई नई प्रजा रचे അല്ലെ. ബാബ വന്ന് രചിക്കുകയാണെങ്കിൽ ആരെ രചിക്കുക? തീർച്ചയായിട്ടും പുതിയ പ്രജകളെ ആയിരിക്കും രചിക്കുക. ആത്മാ ജോ അപവിത്ര ഹേ ഉनको പവിത്ര ബനാത്തെ. ബാബ വന്നിട്ട് അപവിത്രമായ ആത്മാവിനെ പവിത്രമാക്കി മാറ്റുകയാണ്. ആത്മാ പുക്കാർത്തെ ഹേ ഹംകോ ദുഃഖ സെ ചുടാവോ. ആത്മാവ് വിളിക്കുകയാണ് ഞങ്ങളെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കൂ. ലിബറേറ്റ് കരൂ, ഞങ്ങളെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കൂ, ഞങ്ങളെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കൂ. तो सबको लिबरेट करते हैं, माया ने सबको दुखी बना दिया. ബാബ പറയാണ് കുട്ടികളെ എല്ലാവരെയും ഞാൻ മോചിപ്പിക്കുകയാണ്. ഈ രാവണ രാജ്യത്തിൽ നിന്നും സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയാണ്. മായയാണ് നിങ്ങൾ എല്ലാ കുട്ടികളെയും ദുഃഖികളാക്കി മാറ്റിയത്, മായയാണ്. तो सीताओं ने पुकारा एक सीता नहीं. സീതകളെല്ലാം പരമാത്മാവിനെ വിളിച്ചു, ഒരു സീതയല്ല. സബ് രാവണക്ക് ജയിൽമേ വികാരി ഭ്രഷ്ടാചാരി ബൻഗേ. എല്ലാവരും രാവണന്റെ ജയിലിൽ വികാരികളും ഭ്രഷ്ടാചാരികളുമായി തീർന്നിരിക്കുന്നു അല്ലെ. എല്ലാവരും രാവണന്റെ ജയിലില് വികാരികളും ഭ്രഷ്ടാചാരികളുമായി തീർന്നിരിക്കുന്നു. ഹേഹി രാവൺ രാജ്. കാരണം ലോകം രാവണ രാജ്യമാണ്. രാം തോ ഹേഹി നിരാകാർ അല്ലെ. രാമൻ നിരാകാരിയാണ്. രാം രാം കഹത്തെ ഹി. രാമ 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 എന്ന് അല്ലെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഏകോഹി ജപ്തേ ഹേ. ഒരേ ഒരാളെയാണ് ജപിച്ചുകൊണ്ടിരിക്കുക. ഗോഡ് ഫാദർ ശിവ നിരാകാർ തോ ഉൻകെ ഓർഗൻസ് ചായേ അല്ലെ. പരമാത്മാവ് ഗോഡ് ഫാദർ ആണ്, നിരാകാരിയായ ശിവനാണ് എങ്കിൽ തീർച്ചയായിട്ടും ശിവബാബയ്ക്കും തന്റെ ശരീരം ആവശ്യമാണ്, ഓർഗൻസ് ആവശ്യമാണ്. ശിവബാബ ഇൻ ദ്വാര ബട്ട് സംജാത്തെ ഹേ.
ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. തും ആത്മാവി പതിത് ഹോ തോ ശരീരവി പതിത്. ബാബ പറയാണ്, നിങ്ങളുടെ ആത്മാവും പതിതമാണ്, ശരീരവും പതിതമാണ്. അഭി തും ശ്യാം ഹോ ഫിർ സുന്ദർ ബൻതേ. ഇപ്പൊ നിങ്ങളുടെ ആത്മാവും ശരീരവും ഇതായിരിക്കാണ്. ബാബ പറയാണ്, ആത്മാവ് അത്രയും കറുത്തുപോയിരിക്കുകയാണ്. ബാബ പറയാണ്, കറുത്തുപോയ ആത്മാവ് നാളെ സുന്ദരനാകും. ബാബ് ജ്ഞാനിക്ക സാഗർ ജ്ഞാനിക്ക് വർഷ കത്ത്. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനത്തിന്റെ മഴ പെയ്യിപ്പിക്കാണ്. ജിസിത്തും കോരെ പഞ്ചാത്തേക്കും. ഈ ജ്ഞാനമഴ കൊണ്ടാൽ, എല്ലാ ദിവസവും വന്ന് ഈ ജ്ഞാനമഴ കൊണ്ടാൽ എന്താവും? ഈ ജ്ഞാന സ്നാനം ചെയ്ത് നമ്മുടെ ആത്മാവ് വെളുപ്പാകും, സുന്ദരനാകും. ഭാരതവാസി ഗോരെ ദേ കാം ചിതാപർ ചട് സാവരെ വൈശ്യൻ ശൂദ്രവംശി ബൻഗേ. ബാബ പറയണ, ഭാരതവാസികൾ വെളുപ്പായിരുന്നു, കാമചിതയിലിരുന്ന് അല്ലെ കറുത്തുപോയി, അല്ലെ വൈശ്യരായി, ശൂദ്രവംശികളായിട്ട് മാറി. കാരണം ദ്വാപരയുഗത്തില് വൈശ്യവർണ്ണാണ്, കലിയുഗത്തില് ശൂദ്രവർണ്ണ. ചടത്തി കല ബാപ് കർത്തേ ഹെ, ഫിർ രാവൺ ആത്താ ഹെ, സബിക്ക് ഉത്തർത്തി കല ഹോ ജാത്തി. അല്ലെ, കയറുന്ന കലയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ബാബയാണ്. പക്ഷെ എപ്പോഴാണ് ദ്വാപരയുഗത്തിൽ രാവണൻ വരുന്നത്? അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കലയിലേക്ക് പോവുകയാണ്. ഭാരത് മേ പെലെ ദേവതാവും കാ രാജ്യത അഭിനയ്. ഭാരതത്തിൽ ദേവി ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു, ഇപ്പോഴില്ല. പരമാത്മ ഇസ് ബ്രഹ്മദ്വാര ബച്ചോക്കോ സംജാത്തെ. പരമാത്മാവ് ബ്രഹ്മാവിലൂടെ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ജോ വർഷ ലേനെ വാലേ ഹെ ഉൻകോ ഖുഷി കാ പാര ചട്താ രഹേ. ആരാണോ സ്വത്ത് നേടുന്ന കുട്ടികൾ, അല്ലെ, ബാബയുടെ സ്വത്ത് നേടുന്ന കുട്ടികൾ ആരാണോ അവർക്ക് എന്താണ് സന്തോഷത്തിന്റെ വേലിയേറ്റം ഉണ്ടാകും. ബാബയുടെ മുരളി കേൾക്കുമ്പോഴും, യോഗ ചെയ്യുമ്പോഴും, സേവ ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ ഉള്ളിൽ സന്തോഷം നിറയും. इधर पर तो जरूर चलना पड़ेगा, ശ്രീമത് पर तो जरूर चलना पड़ेगा. അല്ലെ, തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ അളവറ്റ സന്തോഷത്തിൽ ഇരിക്കണമെങ്കിൽ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കേണ്ടത് ആവശ്യമാണ്. ആപ്പ് പാവൻ ബനാനെ ആയേ ഹോ, मैं भी जरूर പാവൻ ബനൂംഗാ. ബാബ, അങ്ങ് ഞങ്ങളെ പാവനമാക്കി മാറ്റാനാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പാവനമായിട്ട് മാറും. തബി പാവൻ ദുനിയാക്ക മാലിക് ബനേഗെ. കുട്ടികൾ പാവനമായെങ്കിലേ പാവനമായ ലോകത്തിന്റെ അധികാരിയാകാൻ പറ്റുള്ളൂ. ഈ പ്രതിജ്ഞ കർണി ഹോത്തി ഹെ. ഞങ്ങൾ പാവനമാകും എന്നുള്ള പ്രതിജ്ഞ ബാബയോട് ചെയ്യണം. രാഖി ബന്ധന, ഇതാണ് രക്ഷാബന്ധനം. ബച്ചേ പ്രതിജ്ഞ കർത്തേ ഹെ ബാപ്സി. ഇവിടെ മക്കള് പ്രതിജ്ഞ ചെയ്തത് തന്റെ അച്ഛന്റെ അടുക്കലാണ്. കോയി ലൗകിക ദേഹദാരി ബാപ് നഹീ ഹെ. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ അച്ഛനല്ല, ലൗകിക ദേഹധാരിയായ അച്ഛനല്ല. ഏതോ നിരാകാർ ഇന്മേ പ്രവേശിക്കുക. നിരാകാരിയായ ശിവബാബ ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. തുമ്പി ദേഹി അഭിമാനികൾ പറയുന്നുണ്ട്, കുട്ടികളെ നിങ്ങളും ദേഹി അഭിമാനികളായിട്ട് മാറും, ആത്മാഭിമാനിയായിട്ട് മാറും. അപ്നേക്കോ ആത്മാ സമജ് മുझे പരംപിത പരമാത്മാക്കോ യാദ് കരോ. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി പരമപിത പരമാത്മാവായ എന്നെ ഓർമ്മിക്കും. ഭാരത് മേ ഹി പ്യൂരിറ്റി ദി തോ കിത്നി പീസ് പ്രോസ്പെരിറ്റി ദി. ബാബ പറയാണ്, ഈ ഭാരതത്തിൽ പവിത്രത ഉണ്ടായിരുന്നപ്പോൾ എത്രമാത്രം ശാന്തിയും സമ്പത്തും ഉണ്ടായിരുന്നു. പോയി ധർമ്മവാലനെങ്കിൽ ആ സമയത്ത് മറ്റൊരു ധർമ്മത്തിലുള്ളവരുണ്ടായിരുന്നില്ല. സത്യേന്ദ്രദായത്തില് രണ്ടാമത്തെ ഒരു ധർമ്മം ഇല്ല. ഒരു ധർമ്മം, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു കുലം, ഒരു മതമാണ്. അപ്പൊ ഭാരതം പവിത്രമായിരുന്നപ്പോ ഇവിടെ ശാന്തിയും സമ്പത്തും ഉണ്ടായിരുന്നു. മറ്റൊരു ധർമ്മവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അഭിചാരി ധർമ്മമായിരുന്നു, ഒരേ ഒരു ധർമ്മം. തും കഹേംഗെ ബാബ ഹംകോ ഏസാ സംജാത്തെ ഹെ തും ഭി സംജോ. അല്ലെ, നിങ്ങൾ മറ്റുള്ളവരോട് എന്താ പറയാ? ബാബ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ മനസ്സിലാക്കും. തും ആത്മാ ഹോ തുമാര സ്വധർമ്മ ശാന്തി. നിങ്ങൾ ആത്മാവാണ്, നിങ്ങളുടെ സ്വധർമ്മം ശാന്തിയാണ്. സൈലൻസ് മേ തും കിത്തനെ സമയം രഹേംഗെ തും കർമ്മയോഗി ഹോ. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ആത്മാവാണ്, നിങ്ങളുടെ സ്വധർമ്മം ശാന്തിയാണ്, നിങ്ങൾ ശാന്തി ധാമത്തിൽ നിവസിക്കുന്നവരാണ്.
നിങ്ങൾ കർമ്മയോഗി കുട്ടികളാണ്. സൈലൻസിലെ കുട്ടികൾക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും? എത്ര സമയം സൈലൻസിൽ ഇരിക്കാൻ കഴിയും? അപ്നേക്കോ ആത്മസമജ് ബാപ്കോ യാദ് കരെ. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കും. വികർ വിനാശമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. അപ്പൊ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. കലിയുഗമേ ഹേഹി സബ് പതീത്. കലിയുഗത്തിൽ എല്ലാവരും പതിതരാണ്. തും ജാനത്തെ ഹോ ഈ സംഗം പർ പാവൻ ബൻതേ. കുട്ടികൾക്ക് അറിയാം, ഈ സംഗമ യുഗത്തിൽ നമ്മൾ ബ്രാഹ്മണർ പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പതി ദുനിയാക്ക വിനാശ് ഹോനാഹെ. പതിതമായ ലോകത്തിന്റെ വിനാശം സംഭവിക്കും. യഹി മഹാഭാരത് ലഡായി. ബാബ പറയാണ്, പഴയ ലോകത്തിന്റെ വിനാശം തന്നെയാണ് മഹാഭാരത യുദ്ധം. നാച്ചുറൽ കലാമിറ്റീസ് ഹോത്തി ഹെ ദ്വാര, അല്ലെ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. ഈ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ പുരാനി ദുനിയ കലാസോനിയെ, പഴയ ലോകത്തിന്റെ നാശം സംഭവിക്കും. പഴയ ലോകം സമാപ്തമാകും. നയേ ദുനിയാമേ ദേവതാവും കാ രാജ്യത. പുതിയ ലോകത്തിൽ ദേവി ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. അഭി ഹം പരംപിത പരമാത്മാ കെ ഫർമാൻ പർ ചലത്തെ. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ പരമപിത പരമാത്മാവിന്റെ ആജ്ഞകളിലൂടെ നടക്കുകയാണ്. ശ്രീമത് മിൽത്തി. ഇപ്പോൾ നമുക്ക് പരമാത്മാവിന്റെ ശ്രീമത്ത് ലഭിച്ചിരിക്കുകയാണ്. ये नॉलेज बड़ी समझने की है बोलो, ऐसे नहीं एक मकान से दूसरा कान से निकल देना चाहिए. അപ്പൊ ബാബ പറയാണ്, ഈ ജ്ഞാനം കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. ബാബ പറയണ, അല്ലാണ്ട് ബാബയുടെ മുരളി കേൾക്കുമ്പോ, ബാബയുടെ ജ്ഞാനം കേൾക്കുമ്പോ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയാൻ പാടില്ല. എന്ത് വേണം? അല്ലേ, വിചാരസാഗരം മഥനം ചെയ്യണം. എന്നിട്ട് അതിന് വെണ്ണ എടുക്കണം. അല്ലെ, ആഴത്തിലും മനനം ചെയ്യണം. तो सिर पर पापों का बोझ होगा. तो हम परमपिता परमात्मा के फरमान पर चलते हैं, उनकी श्रीमत मिलती है. ये नॉलेज बड़ी समझने की है. बोलो, ऐसे नहीं एक कान से सुन दूसरा कान से निकाल देना. यहाँ तो പഠന. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയരുത്. ഇവിടെ നമ്മൾ പഠിക്കുകയാണ്, പഠനമാണ്. 7 दिन की बट्टी भी मशहूर है. 7 ദിവസത്തെ കോഴ്സും, അല്ലെ, 7 ദിവസത്തെ ഒരു ബട്ടി പോലെയാണ് 7 ദിവസത്തെ കോഴ്സ്. അതും പ്രശസ്തമാണ്. 7 रोज बैठकर समझो. 7 ദിവസവും ഇരുന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാപ്കോ ഓർ അപ്നെ ജനംകോ ജാനോ. അല്ലെ, കുട്ടികൾ ബാബയെ അറിയണം, തന്റെ ജന്മങ്ങളെ കുറിച്ച് അറിയണം. ഹം കേസെ പതിത് ബനെ. നമ്മൾ എങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്ത് പതിതരായി മാറി. ഫിർ കേസെ പാവൻ ബന്നാകെ. എങ്ങനെയാണ് നമ്മൾ പാവനമാകേണ്ടത്? എല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്ന് ബാബ പറയാണ്. അഗർ നഹി സംജേഗാത്തോ പശ്ചാത്താന പടേക. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. ക്യോങ്കി സിർ പർ പാപം കാ ബോझ ബഹുത്. കാരണം നമ്മുടെ തലയില് പാപഭാരം വളരെയധികം കൂടുതലാണ്. ഹം ശാന്തിധാം കെ രഹവാസി സുധാം മേ ഗേ. നമ്മൾ ശാന്തിധാമ നിവാസികളാണ്. ശാന്തിധാമമാണ് നമ്മുടെ വീട്, അല്ലെ. അപ്പൊ ആ ശാന്തിധാമത്തിൽ നിന്നും നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്, അല്ലെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ആരാകണം? ആത്മാ അഭിമാനിയാകണം, ദേഹി അഭിമാനിയാകണം. बाप कहते हैं घर में रहते एक तो पवित्र बनो, दूसरा मुझे याद करो पाप नाश हो जाए. അല്ലെ, ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, നിങ്ങളെ നിങ്ങളുടെ ഗൃഹസ്ഥത്തിൽ ജീവിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോഴും ഒന്ന് നിങ്ങൾ പവിത്രമാകൂ, രണ്ട് നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ, അല്ലെ, നിങ്ങൾക്ക് ആത്മാഭിമാനിയാകാൻ കഴിയും. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപങ്ങൾ നശിക്കും. याद नहीं करेंगे, पवित्र नहीं रहेंगे तो विकर्म कैसे विनाश होंगे. കുട്ടികൾ ഭാവിയെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ, പവിത്രമാകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത്? तो രാവൻ രാജ്യത്തെ കേസ് ചൂട്ടെങ്കിൽ ബാബ പറയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിച്ചില്ല, പവിത്രമായില്ല എങ്കിൽ എങ്ങനെ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും? ഈ രാവണ രാജ്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? യഹാ സബ് ശോഭ അടികാമേ.
അല്ലെ? ഇവിടെ ഈ ലോകത്തിലെ എല്ലാവരും ശോകവാടികയിലാണ്. ആപ് പതിത് ദുനിയാമേഹോന, കാരണം നമ്മൾ കുട്ടികൾ ഇപ്പോൾ പതിതമായ ലോകത്തിലാണ്. തും അതോറിറ്റി സെ സംജാനെ വാലേ ഹോ तो भी റെസ്പെക്ട് സെ ബോൾനാ ഹൈ. ബാബ പറയാണ്, ആധികാരികതയോടുകൂടി സംസാരിക്കുന്നവരായിരിക്കണം നമ്മൾ. പക്ഷെ ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം സംസാരിക്കാൻ. ആധികാരികത മാത്രം പോരല്ലോ, അല്ലെ? ബഹുമാനം കൂടി വേണം. कि तुम वह कहते हो कि हम ഗോഡ്ഫാദർ की संतान हैं. നിങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ഗോഡ്ഫാദറിന്റെ സന്താനങ്ങളാണ് എന്ന് പറയാറുണ്ട്. പരന്തു ഫാദർ കാ ജ്ഞാൻ കഹാ? പക്ഷെ അച്ഛനെ കുറിച്ചുള്ള ജ്ഞാനം എവിടെയാണ്? ഗോഡ്ഫാദർ ആരാണ്? അച്ഛൻ ആരാണ്? ഈ ജ്ഞാനം ആരുടെയും പക്കൽ ഇല്ല. ലൗകിക് ബാപ് കോ ജാനനെ സെ परंतु पारलौकिक बाप को जो इतना बेहद का सुख देते. അല്ലെ? നമ്മുടെ ലൗകിക അച്ഛനെ അറിയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകും. ഇവിടെ പാരലൗകിക അച്ഛനാണ് നമുക്ക് പരിധികളില്ലാത്ത സുഖം നൽകുന്നത്. സ്വർഗ കാ മാലിക് ബനാ ഹൈ, ഇनको तुम नहीं जानते. അല്ലെ? ബാബ പറയാണ്, കുട്ടികളെ സ്വർഗത്തിന്റെ അധികാരികളാക്കി ബാബ നമ്മളെ മാറ്റുകയാണ്. ബാബ വന്നിട്ടാണ് സ്വർഗത്തിന്റെ അധികാരികളാക്കി നമ്മളെ മാറ്റുന്നത്. അല്ലെ? ആ പരിധികളില്ലാത്ത പാരലൗകിക അച്ഛൻ വന്നിട്ട് പരിധികളില്ലാത്ത സുഖമാണ് നമുക്ക് നൽകുന്നത്. സ്വർഗരാജ്യത്തിന്റെ സ്വത്താണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. സ്വർഗ മാലിക് ബനാത്തേ ഉनको तुम नहीं जानते हो. ബാബ പറയാണ്, നിങ്ങളെ എല്ലാ കൽപ്പത്തിലും സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ വരുന്ന ബാബയെ എന്താണ് കുട്ടികൾക്ക് അറിഞ്ഞൂടെ? ഭാരതക്കോ ജിസ്നെ സ്വർഗ ബനായാ താ तो तुम भूल गए. ഭാരതത്തെ ഭഗവാൻ വന്ന് സ്വർഗമാക്കി മാറ്റുകയാണ്, അല്ലെ? സ്വർഗമാക്കി മാറ്റുന്നു. ആ അച്ഛനെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മറന്നു. ഈ ഹാലത്ത് ഹുയി ഹൈ. അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. ഏതോ സംജാനി തീ ജാതി. ഇവിടെ ഭഗവാൻ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. രക്ഷാബന്ധൻ കവി മഹോത്സവം. ബാബ പറയുന്ന രക്ഷാബന്ധനവും ഒരു മഹോത്സവമാണ്. രക്ഷാബന്ധനത്തിന് മഹത്വമുണ്ട്. ബാബത്തെ വികാരം പർ ജീത്ത് പാക്കർ മുझे യാദ് കരോ. ഇവിടെ ഭഗവാൻ നമ്മളോട് പറയാണ്, വികാരങ്ങളുടെ മേലെ വിജയം പ്രാപ്തമാക്കി കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഓർ ശാന്തിധാം കോ യാദ് കരോ. അല്ലെ? നിങ്ങൾ പിന്നെ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. വഹാൻ ചലെ ജായെങ്കെ. അപ്പൊ നമുക്ക് ബാബയുടെ അടുക്കിലേക്ക് ശാന്തിധാമത്തിലേക്ക് പോകാൻ പറ്റും. നമ്മള് അല്ലെ എന്ത് ചെയ്യണം? ബാബയെ ഓർമ്മിക്കണം, അല്ലെ? വീടിനെ ഓർമ്മിക്കണം. അപ്പോഴേ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബുദ്ധി മേ യേ രഹനാ ചാഹിയേ ഹം സുഖധാം മേ ജാതേ ഹൈ. നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം നമ്മൾ സുഖധാമത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാ സുഖധാമത്തിലേക്ക് പോകുന്നത്? ശാന്തിധാമത്തിൽ പോയിട്ട് സുഖധാമത്തിലേക്ക് പോകും. സബ് സീതായെ ശോകവാടിക മേ ഹൈ. എല്ലാ സീതകളും ശോകവാടികയിലാണ്. ദിൻ പ്രതിദിൻ ശോക ബർത്താ ഹി രഹതാ ഹൈ. ദിനം പ്രതിദിനം ഈ ലോകത്തിലെ ശോകം ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. जिन्होंने राज लिया है वो प्रताप बुद्धि है. जिन्होंने राज लिया है वो समझते हैं बहुत दुख है. कितना माता मारते रहते हैं. അല്ലെ? ബാബ പറയാണ്, കുട്ടികളെ ആരാണോ ബാബയുടെ അടുക്കൽ നിന്ന് രാജ്യഭാഗ്യം നേടുന്ന കുട്ടികള്, അല്ലെ? ആ കുട്ടികളും മനസ്സിലാക്കുന്നത് ഈ ലോകത്തിൽ വളരെയധികം ദുഃഖമാണ്, അല്ലെ? ഈ ദുഃഖം കാരണം എല്ലാവരും ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ തലയിട്ട് ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകോ ശാന്തി കരാത്തെ ദൂസരെ കടാ ഹോ ജാത്തെ. ഒരാളെ ശാന്തമാക്കുമ്പോൾ മറ്റൊരാൾ അശാന്തമായിട്ട് നിൽക്കുന്നു. ലഡായി ലഗ്തി ഹി രഹതി ഹൈ. ഇവിടെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശിവക്കെ ബദലെ और ये അശാന്തി होती जाती. ശാന്തിക്ക് ബദലെ ബാബ പറയുന്ന ശാന്തിക്ക് പകരം ഈ ലോകത്തില് നമ്മൾ എന്താ കാണുന്നേ? നാൾക്ക് നാൾ ഇവിടെ അശാന്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? ശാന്തിക്ക് പകരം നാൾക്ക് നാൾ ഇവിടെ അശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാക്കർ ഇസ് ദുഃഖ അശാന്തിക്കോ മിട്ടായെ സുഖധാം ബനാ ദേത്തെ ഹൈ. ബാബ വന്നിട്ട് ഇവിടെ ഈ ദുഃഖവും അശാന്തിയും എല്ലാം ഇല്ലാതാക്കിയിട്ട് ബാബ സുഖധാമം നിർമ്മിക്കുകയാണ് ചെയ്തത്. പുരാണി ദുനിയാമേഹി ദുഃഖ. പഴയ ലോകത്തിലെ മുഴുവൻ ദുഃഖമാണ്. നയി ദുനിയാമേഹി സുഖ.
പുതിയ ലോകത്തിലെ സുഖമാണ്, പഴയ ലോകത്തിലെ ദുഃഖമാണ്. तो ये राखी बंधन का बड़ा त्योहार है, समझना है ये रिवाज किसने डाला है. രക്ഷാബന്ധനം എന്ന് പറയുന്നത് വലിയൊരു ഉത്സവമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ അത് വലിയ മഹോത്സവമാണ്. ബാബ പറയാണ് ഈ രീതി ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? രക്ഷാബന്ധനം എന്നുള്ള ആ മഹോത്സവം ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത്? ആരാണ് ഉണ്ടാക്കിയത്? ഈ രീതി ആരാണ് ഉണ്ടാക്കിയത്? പതിത് പാവൻ പരമാത്മാ സ്നേഹ ആക്കർ പവിത്രത की പ്രതിജ്ഞ कराई. പതീത പാവനനായ പരമപിത പരമാത്മാവ് വന്നിട്ടാണ് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചത്. 5000 വർഷം പേരെ പ്രതിജ്ഞ കീതി. 5000 വർഷം മുമ്പ് നമ്മൾ പവിത്രതയുടെ പ്രതിജ്ഞ എടുത്തിരുന്നു അല്ലെ? കഴിഞ്ഞ കൽപ്പത്തിലും സംഗമയുഗത്തിൽ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തിരുന്നു. अब फिर परमपिता परमात्मा से बुद्धि योग लगावो तो तुम पावन बन जाए. ഇപ്പോൾ പരമപിത പരമാത്മാവിന്റെ കൂടെ നമ്മുടെ ബുദ്ധിയോഗം ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പാവനമാകുവാൻ കഴിയും. പൂച്ചോ രാഖി കബ്സെ ബാന്ധേ ഹി. ചോദിക്കണം എന്ന് മുതലാണ് നിങ്ങൾ രാഖി ബന്ധിക്കാൻ തുടങ്ങിയത്? कहते हैं ये अनादि कायदा है. എന്ന് മുതലാണ് രാഖി ബന്ധിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇത് അനാദിയായിട്ടുള്ള നിയമമാണ്, അനാദികാലം മുതല് ഇത് രാഖി ബന്ധിച്ചു വരികയാണെന്ന് ആളുകൾ പറയും. അരേ പാവൻ ദുനിയാമേ തോടി രാഖി ബാന്ധേ. ബാബ പറയാണ് പാവനമായ ലോകത്തിൽ, സത്യയുഗം ത്രേതായുഗത്തിൽ ആരെങ്കിലും രാഖി അണിയിക്കൂ? യഥാർത്ഥ കൊയ് പാവൻ എന്നെ. ബാബ പറയാണ് ഈ കലിയുഗത്തില് ഇവിടെ ഈ ലോകത്തിൽ പാവനമായ ആര് തന്നെയില്ല. അബ് ബാബ് ഫർമാൻ കർത്തെ ഹേ പവിത്ര ബനോ തോ പവിത്ര ദുനിയാമേ ചലേങ്കെ. ഇവിടെ ബാബ കുട്ടികൾക്ക് അല്ലെ ആജ്ഞ നൽകാണ്, നിർദ്ദേശം നൽകാണ്. കുട്ടികളെ നിങ്ങൾ പവിത്രമാകൂ, എങ്കിൽ പവിത്രമായ ലോകത്തിലേക്ക് പോകാൻ കഴിയും. പ്യൂരിറ്റി ഹെ ഫസ്റ്റ്. പവിത്രതയാണ് ഫസ്റ്റ്. तो പവിത്ര പ്രവൃത്തി മാർഗത, പവിത്രമായ ഗൃഹസ്ഥ മാർഗം ഉണ്ടായിരുന്നു. അഭിനഹി ഇപ്പൊ പവിത്രമായ ഗൃഹസ്ഥ മാർഗമൊന്നുമില്ല. സ്വർഗമേ ദുഃഖ നാപ്പി നഹിരൻ. സ്വർഗത്തിലാണെങ്കിൽ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഒന്നും തന്നെ ഇല്ല. സ്വർഗത്തിലെ ദുഃഖമേ ഇല്ല. നരകമേ ഫിർ സുഖ നാം നഹി ഹോത്ത. ഈ നരകത്തില് പോയി നോക്കുകയാണെങ്കിലോ നരകത്തിലെ സുഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല, സ്വർഗത്തിലെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല. ഭ്രഷ്ടാചാരിയോക്കോ അല്പകാലക്ക സുഖം കിട്ടായി. അല്ലെ, ഈ ലോകത്തിലെ ഭ്രഷ്ടാചാരികളാണ്. ഭ്രഷ്ടാചാരികൾക്ക് ലഭിക്കുന്നത് അല്പകാലത്തെ സുഖമാണ്. ശ്രേഷ്ഠാചാരിയോക്കോ ആധാ കൽപ്പക്ക സുഖം കിട്ടായി. ശ്രേഷ്ഠാചാരികൾക്ക് അരകൽപ്പകാലം സുഖം ലഭിക്കുന്നു. ये तो जानते हो राखी उत्सव पास होगा तो कहेंगे ഹൂബഹു കൽപ്പ് പഹലെ ഭി ഹുവാ ഥാ. അല്ലേ, ബാബ പറയാണ് രക്ഷാബന്ധൻ മഹോത്സവം കടന്നു പോകുമ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ കൽപ്പത്തിലും നമ്മൾ രക്ഷാബന്ധനം ആഘോഷിച്ചു. രാമക്കോ പൂര ന സംജനേക്ക് കാരൻ മുझे भी पढ़ते. രാമയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്തത് കാരണം ചിലപ്പോ എന്താകും, ചിന്താക്കുഴപ്പത്തിലും വരാറുണ്ട്. പെലെ പെലെ പരിചയ ദേനാഹെ ബാബ. ഇപ്പൊ ഓരോ സംഗമയുഗത്തിലും രക്ഷാബന്ധനം ഉണ്ടാകും അല്ലെ. അപ്പൊ അതാണ് കൽപ്പം, ഓരോ കൽപ്പത്തിലും റിപ്പീറ്റ് ആകും എന്ന് പറയുന്നു. ബാബ പറയാണ് ഏറ്റവും ആദ്യം നമ്മൾ അല്ലെ ബാബയുടെ പരിചയം നൽകണം, പരമാത്മാവിന്റെ പരിചയം നൽകണം. ബാബി ആക്കർ ലിബറേറ്റ് കർത്തെ. കാരണം ബാബ വന്നിട്ടാണ് നമ്മളെ ഈ നരകത്തിൽ നിന്നും ദുഃഖധാമത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. രാഖി ബന്ധൻ കബ്സെ ശുരു ഹുവാ, ഇൻകാ ഭി ബഡാ മഹത്വ. രാഖി ബന്ധനം എപ്പോഴാണ് ആരംഭിച്ചത്? ബാബ പറയാണ് രാഖി ബന്ധനത്തിന് വളരെ വലിയ മഹത്വമുണ്ട്. ആക്കർ സംശയം. എന്താണ് ഈ രക്ഷാബന്ധനം വന്ന് മനസ്സിലാക്കൂ എന്ന് എഴുതി വെക്കും. കോയിക്കോബി സംജാവോ കഹാബി ഭാഷൺ കേലിയ ജഗതേ. ബാബ പറയണ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾക്ക് പ്രഭാഷണങ്ങൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കോൺഗ്രസ് വാലെ ദുക്കാനം പർ കടേ ഹോക്കർ ഭാഷൺ കർ. കോൺഗ്രസ്സുകാര് ചിലപ്പോ കടയുടെ മുന്നിൽ പോയി നിന്നും പ്രഭാഷണം നടത്തും. ജംഗ്ഷനില് കടയുടെ മുന്നിൽ പോയി നിന്നും പ്രഭാഷണങ്ങൾ നടത്തും. നിറയെ പേര് കേൾക്കാനായിട്ട് വരും. അവരെവിടെയെങ്കിലും നിന്ന് പ്രഭാഷണം നടത്തി കേൾക്കാനായിട്ട് പാർട്ടിക്കാരെല്ലാവരും വരും. സർവീസ് കെലിയെ പുരുഷാരത്തെ മാച്ച്.
ബാബ പറയണം അതേപോലെ കുട്ടികള് സേവനം ചെയ്യണം, സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യണം. मीठे मीठे सिक्के लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग। रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते। धारणा के लिए मुख्य सार। फर्स्ट पॉइंट, अथॉरिटी के साथ साथ बहुत रेस्पेक्ट से बात करने की। ബാബ പറഞ്ഞു ആധികാരികതയോടൊപ്പം വളരെയധികം ബഹുമാനം നൽകിക്കൊണ്ട് സംസാരിക്കണം. സബ്കോ പതിസെ പാവൻ ബനാനെക്ക് യുക്തി ബത്താനി, എല്ലാവരെയും പതിതരിൽ നിന്നും പാവനമാക്കി മാറ്റാനുള്ള യുക്തി പറഞ്ഞു കൊടുക്കണം. സെക്കൻഡ് പോയിന്റ്, ഏക അവ്യഭിചാരി യാദ്മേ രഹന, ഒരേ ഒരു അവ്യഭിചാരി ഓർമ്മയിലിരിക്കണം. किसी भी देहदारी के नाम रूप को याद नहीं करना, ഒരു ദേഹദാരിയുടെയും നാമരൂപങ്ങളെ ഓർമ്മിക്കുവാൻ പാടില്ല. പാവൻ ബന്നെ കി പ്രതിജ്ഞ ബാപ്സെ കർണി, പാവനമാകുവാനുള്ള പ്രതിജ്ഞ ബാബയുടെ അടുക്കൽ ചെയ്യണം. വരദാനം, അതിക്ക് ഇച്ഛാവോ കോ त्याग कर अच्छा बनने की विधि द्वारा सर्व प्राप्ति संपन्न भव, പരിധിയുള്ള ഇച്ഛകളെ ത്യാഗം ചെയ്ത് നല്ലതാകാനുള്ള വിധിയിലൂടെ സർവപ്രാപ്തി സമ്പന്ന ഭവ. അതിക്ക് ഇച്ഛായെ രക്തേ ഹെ ഉനക്ക് ഇച്ഛായെ കവി പൂരി നഹി ഹോ, ആരാണോ പരിധിയുള്ള ആശകൾ വെക്കുന്നത്, പരിധിയുള്ള ആശകൾ പുലർത്തുന്നവരുടെ ഇച്ഛകൾ ഒരിക്കലും പൂർത്തിയാകുന്നില്ല. അച്ഛ ബന്നെ വാലോ കി സഭി ശുഭ ഇച്ഛായെ സ്വതഹി പൂരി ഹോതി, നല്ലതായി മാറുന്നവരുടെ എല്ലാം ശുഭമായ ഇച്ഛകൾ സ്വതവേ പൂർത്തിയാകും. പറയുന്ന നല്ലതായിട്ട് മാറുന്ന കുട്ടികളുടെ ശ്രേഷ്ഠമായ ശുഭമായ ഇച്ഛകള് സ്വതവേ പൂർത്തിയാകും. പരിധിയുള്ള ഇച്ഛകൾ വെക്കുന്നവരുടെ ഇച്ഛകള് ഒരിക്കലും പൂർത്തിയാകുന്നില്ല. ദാദാക്കെ ബച്ചേക്കോ കുച്ച് ഭി മാംഗനെ ആവശ്യകത നഹീ, ദാതാവിന്റെ കുട്ടികൾക്ക് ഒന്നും യാചിക്കേണ്ട ആവശ്യമേ വരില്ല. മാംഗനെ സെ കുച്ച് ഭി മിൽത്താ നഹീ, അല്ലെ, യാചിച്ചത് കൊണ്ടോ ചോദിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. പറയുന്നത് യാചിച്ചത് കൊണ്ടോ ചോദിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. മാംഗന അർത്ഥാത് ഇച്ഛ, അല്ലെ, യാചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ, ഇച്ഛിക്കുക, ആഗ്രഹിക്കുക എന്നാണ്. ബേഹദ് സേവാക്ക സങ്കല്പ ബിന അതിക്ക് ഇച്ഛാക്കെ ഹോഗ തോ അവശ്യ പൂരാ ഹോഗ. ബാബ പറയണ പരിധികളില്ലാത്ത സേവനം പോലും പരിധികളുള്ള ഇച്ഛയില്ലാത്തതാണെങ്കിൽ, ബാബ പറയണ പരിധികളില്ലാത്ത സേവനത്തിന്റെ സങ്കല്പങ്ങൾ പരിധികളുള്ള ഇച്ഛയില്ലാത്തതായിരിക്കണം. യാതൊരു സ്വാർത്ഥമായിട്ടുള്ള ഇച്ഛകൾ ഇല്ലാത്ത പരിധികളില്ലാത്ത സേവനത്തിന്റെ സങ്കല്പങ്ങൾ ചെയ്യുമ്പോഴാണ് ആ സങ്കല്പങ്ങള് പൂർത്തിയാകുന്നത്. इसलिए हद की इच्छा के बजाय अच्छा बनने की विधि अपना लो. അതിന്റെ പരിധിയുള്ള ഇച്ഛകൾക്ക് പകരം നല്ലതാകാനുള്ള വിധി സ്വന്തമാക്കൂ. അല്ലെ, ബാബ പറയാണ് നല്ലതായി തീരാനുള്ള വിധി സ്വന്തമാക്കൂ. അപ്പോൾ സർവപ്രാപ്തികളാലും സമ്പന്നരാകുവാൻ കഴിയും. അപ്പൊ നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള ഇച്ഛകളാണ് പൂർത്തിയാകുക, അല്ലെ, നമ്മുടെ പരിധിയുള്ള ഇച്ഛകളല്ല പൂർത്തിയാകുക. പരിധിയില്ലാത്ത സേവനത്തിന്റെ സങ്കല്പത്തിലും പരിധിയുള്ള ഇച്ഛകൾ പുലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലതാകുവാനുള്ള വിധിയെ സ്വന്തമാക്കും. അപ്പോൾ സർവപ്രാപ്തികളാൽ സമ്പന്നരാകാൻ കഴിയും. സ്ലോഗൻ, യാദ് ഓർ നിസ്വാർത്ഥ സേവാ ദ്വാര മായാജി ബന്നാഹി വിജയി ബന്നാഹി. ഓർമ്മയും നിസ്വാർത്ഥ സേവനവും, അല്ലെ, ഓർമ്മയിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലൂടെയും മായാജിത്തായി മാറുകയാണ് വിജയിയായി മാറുക. അപ്പൊ ബാബയുടെ ഓർമ്മയും നിസ്വാർത്ഥമായ സേവനത്തിലൂടെയും മായാജിത്താകുകയാണ് വിജയിയാകുക. നമുക്ക് ആരാകണം? ബാബയുടെ ഓർമ്മയിലൂടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ മായാജിത്ത.
ബാബ വരദാനത്തിൽ പറഞ്ഞ എന്താ? പരിധിയുള്ള ഇച്ഛകളെ ത്യാഗം ചെയ്ത് നല്ലതാകുന്നതിന്റെ വിധിയിലൂടെ സർവപ്രാപ്തി സമ്പന്നപ്പം. ഓം ശാന്തി.